ഗണിതമിത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിച്ചാലോ? എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും നിർമ്മിക്കാവുന്ന രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് നിർമ്മിക്കുക? നമുക്ക് നോക്കാം. ആദ്യമായി ഒരു കളർ A4 ഷീറ്റ് പേപ്പർ എടുത്ത് അത് വീഡിയോയിൽ കാണുന്നത് പോലെ ആ പേപ്പർ മടക്കിയിട്ട് ബാക്കി വരുന്ന ആ ഭാഗം നമുക്ക് മുറിച്ചു കളയാം. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ ആ ബാക്കി വരുന്ന ഭാഗം മുറിച്ചു കളയുന്നു. ഇപ്പോൾ നമുക്ക് സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ കിട്ടി. അതിൻ്റെ നേർപകുതി നമ്മൾ മടക്കുന്നു, രണ്ടാക്കി മടക്കുന്നു. വീണ്ടും അത് തിരിച്ചു വെച്ച് വീണ്ടും ഇതേപോലെ തന്നെ നേർപകുതിയിൽ മടക്കുന്നു. ഇപ്പോൾ നമുക്ക് 4 ഒരേ വലുപ്പമുള്ള സമചതുരങ്ങൾ കിട്ടി. ഇനി പേപ്പർ തിരിച്ചു വെച്ച് കോണോട് കോൺ മടക്കുന്നു. അതേപോലെ മറ്റേ മൂലയിൽ നിന്ന് എതിർ മൂലയിലേക്ക് മടക്കുന്നു. ഇനി നമ്മൾ ആ കോണോട് കോണുള്ള ഭാഗം പിടിച്ച് മുകളിലേക്ക് വെച്ച് മറ്റ് 2 ഭാഗങ്ങൾ അമർത്തി ഒരു സമചതുരം രൂപത്തിലാക്കി മാറ്റുന്നു. ഇപ്പം നമുക്ക് അവിടെ ഒരു 4 ഇതളുകൾ പോലെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഓരോന്നും വീണ്ടും മടക്കുമ്പോൾ നേരെ ആ വര കറക്റ്റായിട്ട് വരണം. ആ 2 വരകൾ കറക്റ്റായി വരുന്ന രൂപത്തിലേക്ക് മടക്കുന്നു. ഇപ്പം നമുക്ക് അവിടെ ആ ഒരു ഭാഗം 2 ഇതളുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാക്കി 3 ഭാഗവും മടക്കുന്നു. ഇനി ആ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കത്രിക ഉപയോഗിച്ച് മുറിച്ചു കളയാം. ഇപ്പോൾ നമുക്ക് 1 2 3 4 4 4 8 ഇതുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ച് ഓരോ ഭാഗത്തിൻ്റെയും പകുതി വരെ കട്ട് ചെയ്യാം. 1 2 3 4. ഇതേപോലെ മറുവശത്തും ഇതേ സ്ഥാനത്ത് തന്നെ പകുതി കട്ട് ചെയ്യാം. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അതേപോലെ കോണായിട്ട് മടക്കുന്നു. അതേപോലെ
ഓരോ കട്ട് ചെയ്ത ഭാഗവും ഇങ്ങനെ കോൺ ആയി മടക്കുന്നു. ഇനി അടുത്ത ഭാഗം എടുത്ത് ഇതേപോലെ തന്നെ മടക്കുന്നു. ഇങ്ങനെ എല്ലാ ഇതളുകളിലും നമ്മൾ ഇതേപോലെ തന്നെ മടക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം മടക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണോ ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.